എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ലേ ഞാൻ ആരാ ഇഷ്ടപ്പെടണമെന്ന്. ഈ സെക്കൻഡ് ഞാൻ പറയും, എനിക്ക് ബി ജെ പി എന്ന് പറഞ്ഞൊരു പാർട്ടിയിൽ അംഗത്വം പോലും ഇല്ല. പക്ഷെ ഞാനിപ്പോൾ പറയുന്നു, എനിക്ക് ബി ജെ പി എന്ന് പറഞ്ഞൊരു പാർട്ടിനെ ഇഷ്ടമാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ്. കാരണം പുള്ളിക്കാരൻ വൺ ഓഫ് ദി പവർഫുൾ പേഴ്സൺ ഇൻ ദി വേൾഡ് ആണ്, ഒരു പവർഫുൾ ഹ്യൂമൻ ബീങ് ആണ്. എനിക്ക് പുള്ളിക്കാരൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് പുള്ളിക്കാരൻ. അത് കാരണം എനിക്ക് ബി ജെ പി പാർട്ടിയും ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഞാൻ ചോദിക്കാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടെ ഞാൻ പറയും, ഞാനൊരു സംഖ്യയാണ്. എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ബി ജെ പി വിരോധികളുടെ ജീവിതം കരഞ്ഞു കരഞ്ഞു തീരുന്ന മട്ടാണ് കാണുന്നത്. ഒന്നിനു പിറകെ ഒന്നായി പ്രമുഖരെല്ലാം ബി ജെ പിയുടെ ഹരിത കുങ്കുമ പതാക കയ്യിലേന്തുന്ന കാഴ്ചയാണ് കുറച്ചു ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ മുൻ ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണൻ കൂടി സംഘി പാളയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ കൂടെയുള്ള ഒരു ഫോട്ടോ പങ്കുവച്ചപ്പോഴേക്കും വെട്ടുകിളിക്കൂട്ടം റോബിന്റെ പോസ്റ്റിൽ സൈബർ ആക്രമണം നടത്തുകയാണ് ചെയ്തത്. സംഘിവിളികളും തെറിവിളികളുമായി ബി ജെ പി വിരുദ്ധർ റോബിന്റെ പോസ്റ്റിൽ അഴിഞ്ഞാട്ടം നടത്തി. എന്നാൽ റോബിൻ രാധാകൃഷ്ണന്റെ മറുപടി വീഡിയോ അക്ഷരാർത്ഥത്തിൽ ഇവന്മാരുടെ വായടപ്പിച്ചു എന്ന് തന്നെ പറയാം. അതേടാ, ഞാൻ സംഘി തന്നെയാ. ഞാൻ നരേന്ദ്രമോദിയെയും അമിത്ഷായും ഇഷ്ടപ്പെടുന്നു. അതിൽ ആർക്കെന്താണ് പ്രശ്നമെന്ന് നട്ടല് നിവർത്തി ചോദിച്ച ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് ഹൃദയത്തിൽ നിന്നും ഒരു സല്യൂട്ട് നൽകുകയാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നോ കോൺഗ്രസ് അനുഭാവിയാണെന്നോ അഭിമാനത്തോടെ പറയുമ്പോൾ തോന്നാത്ത ചൊറിച്ചിലാണ് ചിലർക്ക് ഞാനൊരു ബി ജെ പി അനുഭാവിയാണെന്നും സംഘിയാണെന്നും ഒക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത്. ആ ബി ജെ പി വിരുദ്ധതയും ചാപ്പയുടെയും ഭീഷണിയും ഒക്കെ ഇനി കേരളത്തിന്റെ മണ്ണിൽ വില പോകില്ല എന്നുകൂടി റോബിൻ രാധാകൃഷ്ണന്റെ വീഡിയോ വെളിവാക്കുന്നുണ്ട്. പ്രമുഖരെല്ലാം നിരനിരയായി ബി ജെ പിയിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട ബി ജെ പി വിരോധികളെ ഇങ്ങനെ കരുതി തീർക്കാൻ മാത്രമാണ് നിങ്ങളുടെയൊക്കെ വിധിയെന്നേ പറയാനുള്ളൂ. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ മാത്രമല്ല, വരും നാളുകളിൽ 1000 പേർ ഹൃദയത്തിൽ നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും മാതൃകയായി കാണുന്നവർ മനസ്സ് തുറന്നുകൊണ്ട് കേരള സമൂഹത്തിന്റെ മുന്നിലേക്ക് കടന്നുവരും. കാരണം സംഘി ചാപ്പയടിച്ച് ഒറ്റപ്പെടുത്താമെന്ന വ്യാമോഹത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു മക്കളെ. ബി ജെ പിയിൽ മാത്രമാണ് ഇനി ഈ നാടിന് പ്രതീക്ഷയുള്ളതെന്ന് അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ.